രാവിലെ 6 മണിയായി. ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാനൊരു യാത്രയ്ക്ക് പോവാ, അനന്തപുരിയിലേക്ക്. വൈറ്റ്ല ഹബ്ബിൽ നിന്ന് ട്രിവാൻഡ്രം ഫാസ്റ്റിൽ കയറി സൈഡ് സീറ്റൊക്കെ പിടിച്ചിരുന്ന് സെറ്റായി. ഇനി ഈ യാത്രയുടെ കഥ പറയാം. നാളെ ആറ്റുകാൽ പൊങ്കാല. ഇന്നലെ വൈകുന്നേരം ട്രിവാൻഡ്രത്തുള്ള എൻ്റെ ഫ്രണ്ട് അപർണ ചേച്ചിയുടെ മെസ്സേജ്, നീ നാളെ വരുന്നെങ്കിൽ വാ, കുറേ നാളത്തെ ആഗ്രഹമല്ലേന്ന്. അതെ, ഒരു 21-22 വയസ്സുള്ളപ്പോൾ ആഗ്രഹിച്ചു തുടങ്ങിയതാ. ഇന്ന് ഈ പ്രായം വരെ നടന്നിട്ടുമില്ല. ഏത് പ്രായം വരെയെന്ന് ചോദിക്കരുത്, അത് പറയില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ബാഗും പാക്ക് ചെയ്ത് ഇറങ്ങി. ഉമ്മച്ചേച്ചിയും വരുന്നുണ്ട്. ഞങ്ങളുടെ ലേഡീസ് ഗ്യാങ്ങിലെ മലപ്പുറത്തുകാരിയാണ് ഉമ്മച്ചേച്ചി. ഉമ്മച്ചേച്ചി രാവിലെ എത്തി കാണും. ഞാൻ വണ്ടിയും വെള്ളമൊക്കെ പിടിച്ച് അങ്ങ് ചെല്ലുമ്പോൾ ഒരു നേരമാവും. നമുക്കൊന്നിച്ച് കാഴ്ചകൾ കണ്ടങ്ങ് പോവാം. ഇടയ്ക്ക് ഇത്തിരി വിശേഷവും പറയാം. ബസ് ആലപ്പുഴ വഴിയാണ് കേട്ടോ. അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വലിയ സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല ബസ്സിന്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ എത്തി. ആലപ്പുഴ എൻ്റെ നാടാണ്. ഒരുപാട് നല്ല ഓർമ്മകൾ കൊണ്ട് സമ്പന്നമായ ഒരു ബാല്യം എനിക്ക് തന്ന എൻ്റെ ജന്മദേശം. വളർന്നതും പഠിച്ചതും ഒക്കെ കൊച്ചിയിലാണെങ്കിലും ഇപ്പോഴും മനസ്സുകൊണ്ട് ഞാൻ അടിമുടി ആലപ്പുഴക്കാരി തന്നെയാണ്. ഇതെല്ലാം ഞങ്ങൾ കസിൻസ് നടന്ന് കാല് തേഞ്ഞ വഴികളാണ് കേട്ടോ. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നത് എന്താണെന്നറിയോ? ഇതെൻ്റെ ആലപ്പുഴയല്ല, എൻ്റെ ആലപ്പുഴ ഇങ്ങനെയല്ല. എന്തൊരു മാറ്റാ! സ്ഥലങ്ങളൊന്നും കണ്ടാൽ തിരിച്ചറിയുന്ന പോലും ഇല്ല. പണ്ട് ആലപ്പുഴ വരുമ്പോൾ ബസ് ഇറങ്ങുന്ന സ്റ്റോപ്പായത് മഞ്ജുള ബേക്കറി ആലപ്പുഴ. അത് പറയുമ്പോഴേ കാതിൽ മുഴങ്ങുന്നൊരു ശബ്ദമുണ്ട്. പണ്ടുള്ളവർക്കൊക്കെ കത്തും. കേരളം മുഴുവൻ ഉണ്ടായിരുന്ന ഈ അനൗൺസ്മെന്റ്, നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം, സി വിദ്യാധരൻ മഞ്ജുള ബേക്കറി ആലപ്പുഴ. ഇത് ഓർമ്മയുള്ളവർ എത്ര പേരുണ്ട്? കമന്റ് ചെയ്യട്ടോ. അങ്ങനെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആളുകളെയൊക്കെ കയറ്റി വീണ്ടും യാത്ര തുടർന്നു. ഇനിയാണ് എൻ്റെ എക്സൈറ്റ്മെന്റ് പാർട്ട് 2. ഇനി ബസ് പോകുന്നത് എൻ്റെ വീടിൻ്റെ അതിലെയാണ് കേട്ടോ. പണ്ടൊന്നും അത് ബസ് റൂട്ട് ആയിരുന്നില്ല. ഈ അടുത്ത കുറച്ച് നാളായിട്ട് അതാണ് ബസ് റൂട്ട്. വീടും വീട്ടുകാരും ഒക്കെ ആയിട്ട് ആകെ അമ്മയുടെ ഒരു അമ്മായി മാത്രമേ ഉള്ളൂ അവിടെ. എങ്കിലും ഈ വഴിയൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. ഇത് കല്ലുപാലം. ഒരു കാലത്തെ ഞങ്ങളുടെ ഐഡന്റിറ്റി ആയിരുന്നു ഇത്. ആലപ്പുഴയിലാണ് നാടെന്ന് പറയുമ്പോൾ ആലപ്പുഴ എവിടെ എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നൊരു ഉത്തരവുണ്ട്: കല്ലുപാലം ഇറക്കത്തിൽ. കല്ലുപാലം ഇറങ്ങി കൊട്ടാരപ്പാലം കയറുന്നതിന് മുൻപ്. ഇന്ന് കല്ലുപാലം കോൺക്രീറ്റ് പാലമായി. കൊട്ടാരപ്പാലം ആകട്ടെ അനിക് സ്പ്രേ പോലെയായി. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അതാണ് അവസ്ഥ. ദാ ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി. കല്ലുപാലം കയറിയപ്പോൾ തന്നെ എന്തൊക്കെയോ ഓർത്തിട്ട് അറിയാതെ മനസ്സൊന്ന് പെടഞ്ഞു. എൻ്റെ മനസ്സറിഞ്ഞ പോലെ കാറ്റിലൊരു ഉണങ്ങിയ ഇല എൻ്റെ മടിയിൽ വന്ന് വീണു. ആ കൊഴിഞ്ഞ ഇല പോലെ ഞങ്ങളും ആലപ്പുഴയിൽ നിന്ന് കൊഴിഞ്ഞു പോയില്ലേ. പച്ച ഇലകൾക്ക് കൊഴിഞ്ഞല്ലേ പറ്റൂ അല്ലേ? ആ കാണുന്നില്ലേ, അത് പണ്ടൊരു തിയേറ്റർ ആയിരുന്നേ, സൂര്യ തിയേറ്റർ. കുറെ സിനിമയൊക്കെ അവിടെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ മനോഹരമായ തോട്ടപ്പള്ളി ചീപ്പും ഓച്ചിറയും പ്രസിദ്ധമായ നീണ്ടകര ഹാർബറും ഒക്കെ കടന്ന് ഞാൻ പൊങ്കാല നഗരിയിലെത്തി. എല്ലായിടത്തും പൊങ്കാല വൈബ് തന്നെ. കോളാമ്പിയിൽ പാട്ടും പൊങ്കാല ഐറ്റംസിന്റെ വിൽപ്പനയും ഒക്കെ കെങ്കേമം. ചട്ടി, ഇഷ്ടിക, കൊതുമ്പ്, വിറക് ഇതെല്ലാം വഴിവക്കിൽ വിൽക്കുന്നത് കാണാം. ഈ ഇഷ്ടിക നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ കത്തി. നാളത്തേക്കുള്ള സ്ഥലം ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന. സൂക്ഷിച്ചു നോക്കിയാൽ ആ ഇഷ്ടികയിലെല്ലാം ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. പേരെഴുതി ഇഷ്ടിക വെച്ച് അവനവന്റെ സ്പേസ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നഗരം മുഴുവൻ. നാളത്തെ പൊങ്കാല നിറവിനായി കാത്തിരിക്കുന്ന നഗരം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജനക്കൂട്ടം. ഇതെല്ലാം കണ്ട് ഞാൻ റൂമിലെത്തിയപ്പോൾ 3 മണി കഴിഞ്ഞു. അപർണ ചേച്ചി എനിക്കുള്ള ചോറ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചേച്ചി ചോറെല്ലാം ഉണ്ടു. ഉമ്മച്ചേച്ചി രാവിലെ എത്തിയതാട്ടോ. NSSന്റെ ആഭിമുഖ്യത്തിലുള്ള പൊങ്കാല സൗകര്യങ്ങളെല്ലാം റെഡി ആയിട്ട് വരുന്നു. അവിടെയാണ് ഞാനും ഉമ്മച്ചേച്ചി നാളെ പൊങ്കാല ഇടുന്നത്. അതിൽ 2 അടുപ്പ് അപർണ എന്ന് എഴുതി ഞങ്ങൾക്കും ബുക്ക് ചെയ്തു വെച്ചു. രാത്രി വെറുതെ ഒന്ന് പുറത്തിറങ്ങി.
ശാസ്തമംഗലത്ത് ആ ജംഗ്ഷനിൽ ആലിൻ്റെ ചുറ്റും നിറയെ അടുപ്പുകല്ലുകൾ കൂട്ടിയിട്ടുണ്ട്. അന്നദാന പന്തലുകൾ സജീവം. ഇനി നാളെ. നേരം വെളുത്തത് തന്നെ സൂര്യഭഗവാന്റെ പൊങ്കാല അടുപ്പ് കത്തിച്ച പോലെയുള്ള ഒരു ഓറഞ്ച് നിറത്തിലെ ആകാശമായിട്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. എല്ലാവരും നല്ല സുന്ദരികളായിട്ട് എത്തിത്തുടങ്ങി. അടുപ്പുകളും തയ്യാറാക്കി തുടങ്ങി. ഞങ്ങളങ്ങനെ തയ്യാറായിട്ട് നിന്നപ്പോൾ അങ്ങ് ആകാശത്ത് ദാ നോക്കിയേ, കൃഷ്ണപരുന്ത് വട്ടമിട്ട് പറക്കുന്നു. 3 തവണ കൃത്യം വട്ടമിട്ടു. അത് പൊങ്കാല സമയത്ത് ഇതുപോലെ കൃഷ്ണപരുന്തിനെ കാണുന്നത് ഐശ്വര്യത്തിന്റെ സൂചകമാണെന്നാണ് പറയുന്നത്. 10:15 ദീപാരാധനയെല്ലാം ചെയ്ത് NSSന്റെ വലിയ അടുപ്പിൽ അവിടുത്തെ തിരുമേനി അഗ്നി പകർന്നു. അതിൽ നിന്നും ഞങ്ങളുടെ എല്ലാം പൊങ്കാല അടുപ്പിലേക്കും. ഇനിയുള്ള വിഷ്വൽസ് എല്ലാം പറ്റുന്ന പോലെയൊക്കെ അപർണ ചേച്ചി എടുത്തു തന്നതാട്ടോ. അതേപടി ഇതിൽ ചേർത്തേക്കാം. മഹദർശനം തരൂ ജഗദംബേ, എന്നും ആറ്റുകൾ വാഴുമമ്മേ ശ്രീദേവി അംബികേ. നിറഞ്ഞു തൂവുന്ന പൊങ്കാലക്കലം കണ്ട് പൊട്ടിക്കരഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. 25 കൊല്ലത്തെ ആഗ്രഹ സാഫല്യമാണ്, അമ്മയുടെ അനുഗ്രഹമാണ്. അങ്ങനെ അമ്മയ്ക്കുള്ള പൊങ്കാല നിറഞ്ഞു തൂവി അടുപ്പിലേക്ക് വീണു. അത് കഴിഞ്ഞ് അതിനകത്ത് ശർക്കരയും തേങ്ങയും നെയ്യും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഇട്ട് അത് പായസമായി ഇലയിട്ട് അടച്ചു വെച്ചു. ഇനി കാത്തിരിപ്പാണ്. 1:15 തളിക്കാനായിട്ട് തിരുമേനി വരുമ്പോൾ. പൊങ്കാല ദിവസം നഗരത്തിൽ എല്ലായിടത്തും അന്നദാന മണ്ഡപങ്ങളുണ്ടാവും. NSSന്റെ വകയുണ്ടായിരുന്നു അന്നദാനം. നേദ്യത്തിനായിട്ട് കാത്തിരിക്കുന്ന സമയം കൊണ്ട് ആഹാരം കഴിച്ചു. 1:15 തിരുമേനി തളിച്ച ഉടനെ തന്നെ പൊങ്കാലക്കലം എല്ലാം പാക്ക് ചെയ്ത് 2:50 ട്രെയിൻ കയറി എനിക്ക് തിരിച്ചു പോകണ്ടേ. നിന്ന നിപ്പില് ഒട്ടും പ്രതീക്ഷിക്കാതെ അപർണ ചേച്ചിയുടെ ഒരു മെസ്സേജിലൂടെ എന്നെ അമ്മ വിളിച്ചതുപോലെ അങ്ങനെ ഞാനും എൻ്റെ ആദ്യത്തെ പൊങ്കാല ഇട്ടു. എല്ലാവരും പൊങ്കാല ഇടുന്നവരല്ലേ. വിഷ്വൽസ് എടുക്കാൻ നമുക്ക് അതിൻ്റെതായ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കിട്ടിയതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലാത്തതെല്ലാം എൻ്റെ മനസ്സിലാണ്. എൻ്റെ വിവരണത്തിലൂടെ നിങ്ങളുടെ മനസ്സിലേക്കും വരട്ടെ. അടുത്ത കൊല്ലം വരുമോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. തൽക്കാലം ഗുഡ് ബൈ ട്രിവാൻഡ്രം.